ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന ചാപ്റ്ററിന്റെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ: ഹൗ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ കണ്ടക്ടഡ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തത്? അപ്പോൾ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലക്ഷനെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഉണ്ടാക്കി. അതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് 1950 ഫോം ചെയ്തത്. അപ്പോൾ ഈ ഇലക്ഷൻ നടത്താനായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസീസ് എല്ലാം ഡീലിമിറ്റ് ചെയ്തു. ഡീലിമിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റപ്പ് ചെയ്തു. അതായത് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലങ്ങൾ. അപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മലമ്പുഴ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ മലമ്പുഴയിലുള്ള നിയോജക മണ്ഡലത്തിൽ ആരാണോ അവർക്ക് അവിടെ മാത്രമാണ് വോട്ട് ചെയ്യാൻ പറ്റുക. പാലക്കാടിലുള്ളവർക്ക് പാലക്കാട് മാത്രം. അങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഡീലിമിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആരൊക്കെയാണോ വോട്ട് ചെയ്യുന്നത് അവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് റെഡിയാക്കി. പിന്നെ എല്ലാ ഒഫീഷ്യൽസിനും ഈ ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടി ട്രെയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ വോട്ടർമാരിനെ എല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, റിസൾട്ട് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വോട്ട് ചെയ്യുന്നവരോടും അത് നടത്തുന്നവരോടും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നോളേജ് ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആൻഡ് ഫെയർ ഇലക്ഷൻ ആണ് ആദ്യം നടന്ന ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ കോഅലീഷൻ ഗവൺമെന്റ്? കോഅലീഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കോഅലീഷൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ടിൽ കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ചേർന്ന് ഒറ്റൊരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് കോഅലീഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പാർട്ടി മെജോറിറ്റി വോട്ട് ക്ലിയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാലാണ് ഇങ്ങനൊരു കോഅലീഷൻ ഗവൺമെന്റ് വരുന്നത്. ഓക്കെ, അപ്പം ഒരു പാർട്ടി മെജോറിറ്റി ക്ലിയർ ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ BJP എന്ന് പറഞ്ഞ ഒറ്റൊരു പാർട്ടി എടുക്കാം. അപ്പൊ അതിന് ഒരുപാട് അലയൻസസ് ഉണ്ട്, NDA അങ്ങനെ ഒരുപാട് അലയൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ BJP എന്ന് പറയുന്ന ഒറ്റ പാർട്ടി ഒരു മെജോറിറ്റി സീറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒറ്റ പാർട്ടി തന്നെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ചില കേസസിൽ അങ്ങനെ ആ ഒരു പാർട്ടിക്ക് മാത്രം മെജോറിറ്റി സീറ്റ്സ് കിട്ടണമെന്നില്ല. അപ്പോഴാണ് ഈ കോഅലീഷൻ ഗവൺമെന്റ് വരുന്നത്. അപ്പോൾ 1989 ഇലക്ഷന് ശേഷം കൂടുതലായിട്ടും ഇവിടെ വരുന്നത് കോഅലീഷൻ ഗവൺമെന്റ്സ് തന്നെയാണ്. അപ്പോൾ കോഅലീഷൻ ഗവൺമെന്റ് തുടക്കം എന്ന് പറയുന്നത് 1989 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെന്റ് എന്തിന്റെ ബേസിസിലാണ് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അപ്പൊ അതില് ഈ അലയൻസ് പാർട്ട്നേഴ്സ് എല്ലാവരും സൈൻ ചെയ്യും. എന്നിട്ടാണ് അവര് ഒറ്റൊരു ഗവൺമെന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതാണ് കോഅലീഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി ഇമ്പാക്ട് ഓഫ് ദി എമർജൻസി ഓൺ ഇന്ത്യൻ ഡെമോക്രസി? അപ്പോൾ ഇന്ത്യൻ ഡെമോക്രസിയിൽ നമ്മൾ ഒരു എമർജൻസി ഡിക്ലറേഷൻ നടത്തിയിരുന്നു 1975 to 77 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്. ആ എമർജൻസി പീരീഡിന്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയായിരുന്നു അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എമർജൻസി പീരീഡിൽ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എല്ലാം തന്നെ പ്രോഹിബിറ്റ് ചെയ്തിരുന്നു, അതായത് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. പ്രോഹിബിഷൻ അല്ല, റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം സസ്പെൻഡ് ചെയ്തു. പ്രസ്സിനെ നമ്മൾ വിലക്കി. അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റം കൂടുതൽ വീക്ക് ആവാനായിട്ട് തുടങ്ങി. ഫെഡറൽ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്. പക്ഷെ എവിടെയും പറയുന്നില്ല സെൻട്രൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണെന്ന് പറയുന്നില്ല. അവര് ഡിഫറെന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ചില കാര്യങ്ങളിൽ മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റിന് ഡോമിനൻസ് ഉണ്ടാവുന്നത്. അതാണ് ഈ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു എമർജൻസി പീരീഡിൽ ഫെഡറൽ സിസ്റ്റം എല്ലാം മാറി എല്ലാ കൺട്രോളും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ മാത്രമായിട്ട് ഒതുങ്ങി. അപ്പൊ അതൊരു മേജർ ഇമ്പാക്റ്റ് ആയിരുന്നു. പിന്നീട് 1977 ഇലക്ഷനിൽ എന്ത് പറ്റി? കോൺഗ്രസ് പാർട്ടി
തോറ്റു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഡെമോക്രസിയിലെ ആളുകളിലേക്കുള്ള, അതായത് ഡെമോക്രസീന്റെ മേൽ ആളുകൾക്കുള്ള വിശ്വസ്തത, അതിന്റെ സ്ട്രെങ്ത് ആണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയാണ് എമർജൻസിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. കൊടുക്കും തോറും ഏറിടും, വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി മണ്ഡൽ കമ്മീഷൻസ് റിപ്പോർട്ട്? അപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ജസ്റ്റിസിനെ തന്നെ ലാൻഡ്മാർക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ OBC കാറ്റഗറിയിൽ പെട്ടുന്ന ആൾക്കാർക്ക് 27% റിസർവേഷൻ ആണ് ഈ റിപ്പോർട്ട് പ്രകാരം റെക്കമെൻഡ് ചെയ്യുന്നത്, എല്ലാ ഗവൺമെന്റ് ജോബുകളിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും. അപ്പോൾ 1990-ലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ മേജർ ഷിഫ്റ്റ് ആണ് അന്നത്തെ കാലത്ത് ഉണ്ടായത്. സോ അതിനെ നമ്മൾ മണ്ഡൽ പൊളിറ്റിക്സ് എന്ന് വിളിച്ചിരുന്നു. പിന്നീട് ഒരുപാട് പൊളിറ്റിക്കൽ സോഷ്യൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സസിനെ എല്ലാം എംപവർ ചെയ്യാൻ ഈ മണ്ഡൽ കമ്മീഷനിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയെ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു മണ്ഡൽ കമ്മീഷൻ വഴിയാണ്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി നിർഭയ മൂവ്മെന്റ്? അപ്പോൾ നിർഭയ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നിങ്ങൾ പേപ്പറിൽ അല്ലെങ്കിൽ TV-ലൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവാൻ വഴിയുണ്ട്. ഡൽഹിയിൽ 2012 നടന്ന ഒരു ഗാങ് റേപ്പാണ് ആക്ച്വലി. അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നൊരു മൂവ്മെന്റ് ആണ് നിർഭയ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മൂവ്മെന്റ് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ വിമനെതിരെ നടക്കുന്ന ക്രൈംസ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ശക്തമായിട്ടുള്ളൊരു ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് നടത്തിയത്. അതോടൊപ്പം തന്നെ വിമന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും പ്രോബ്ലംസ് എല്ലാം നാഷണൽ ഡിസ്കഷനിൽ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഫാക്റ്റായിട്ട് മാറണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നിർഭയ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 2013 ഗവൺമെന്റ് ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലോ പാസ്സാക്കി. അതിന് നിർഭയ ആക്ട് എന്നും പറയും. സോ ഇതാണ് നിർഭയ മൂവ്മെന്റ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ആർട്ടിക്കിൾ 356 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ ആർട്ടിക്കിൾ 356 എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 356 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മേലെ കൺട്രോൾ എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ആർട്ടിക്കിൾ 356 പറയുന്നത്. അതായത് ചുമ്മാ വെറുതെ പ്രസിഡന്റ് ആ ഒരു സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതല്ല, അവിടുത്തെ ഗവർണർ റിപ്പോർട്ട് ചെയ്യാണ് ഈ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ പ്രകാരം ഒന്നും റൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് പ്രസിഡന്റ് ഈ ഒരു സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഗവർണർ ഒരു റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കൺട്രോള് വരുന്നത്. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. അപ്പം കൂടുതലായിട്ടും ഇത് ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അതുപോലെ തന്നെ പല പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി ഇത് മിസ്യൂസ് ചെയ്യാറുമുണ്ട്. സോ മൊത്തത്തിൽ ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ മേലെ പ്രസിഡന്റിന്റെ റൂള്, അതാണ് അർത്ഥം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ? അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആയി കഴിഞ്ഞതിന് ശേഷം കുറെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് റൂളേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് സൈൻ ചെയ്ത ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറഞ്ഞു. അതായത് എല്ലാ സ്റ്റേറ്റ്സും ഒരുമിച്ച് കൂടി ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റൊരു രാജ്യമായിട്ട് മാറാൻ വേണ്ടി സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ പവേഴ്സും ആർക്ക് കൊടുക്കുകയാണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്ന ആ ഗവൺമെന്റിന് കൊടുക്കുകയാണ്. അപ്പം 3 സബ്ജക്ട്സ് ആണുള്ളത്: ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സും കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇത് 3 പവേഴ്സ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റൊരു കൺട്രിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത്.
Question: What is the Right to Information Act? RTI ആക്ട് എന്താണ്? RTI ആക്ട് എന്ന് പറയുന്നത് 2005 ഇന്ത്യൻ പാർലമെന്റ് പാസ് ചെയ്ത ഒരു ലോ ആണ് RTI ആക്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള അതോറിറ്റീസിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇന്ത്യൻ സിറ്റിസൻസിന് ആക്സസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് ഈ RTI ആക്ട്. അപ്പോൾ ഇതിലൂടെ കൂടുതൽ ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഗവൺമെന്റും നമ്മളും തമ്മിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു നേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ കറപ്ഷൻ നടന്നു കഴിഞ്ഞാൽ സിറ്റിസൻസിന് ഇൻഫർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്താനുള്ള അല്ലെങ്കിൽ അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പോവാനുള്ള ഒരു പവർഫുൾ ടൂളാണ് RTI ആക്ട് എന്ന് പറയുന്നത്. Question: What are separatist movements? Give an example. അപ്പോൾ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ പെർട്ടിക്കുലർ റീജിയൻ ആ രാജ്യത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുക, അതാണ് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ ഇൻഡിപെൻഡൻസിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഇതുപോലത്തുള്ള സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഖലിസ്ഥാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് പഞ്ചാബില് 1980s നടന്ന ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ആണിത്. അപ്പോ ഈ ഒരു മൂവ്മെന്റ് എന്താ പറയുന്നത് വെച്ചാല് സിഖ് കമ്മ്യൂണിറ്റി ഒരു പ്രത്യേക നേഷൻ ആയിട്ട് മാറണം എന്നുള്ളതായിരുന്നു അവരുടെ ഐഡിയ. ഖലിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു നേഷനായി മാറണം എന്നുള്ളതായിരുന്നു ഈ മൂവ്മെന്റിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. Question: How does communalism pose a threat to Indian democracy? അപ്പോ കമ്മ്യൂണലിസം എങ്ങനെയാണ് ഇന്ത്യൻ ഡെമോക്രസിക്ക് ഒരു ത്രെട്ട് ആവുന്നത്, അതാണ് ചോദിച്ചത്. ആക്ച്വലി കമ്മ്യൂണലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊസൈറ്റിയെ റിലീജിയസ് ബേസിസിൽ ഡിവൈഡ് ചെയ്യുക. ഇന്ന് ഡിവൈഡ് ചെയ്ത ആളുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുക, അവർ തമ്മിൽ എന്താണ് വെറുപ്പ് ഉണ്ടാക്കുക, അതിനെയാണ് കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരുപാട് കൾച്ചറും ബിലീഫ്സും ഉള്ള രാജ്യത്ത് ഈ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് വളരെ ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസും അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസും എല്ലാം ഈ ഒരു കമ്മ്യൂണലിസം കാരണം തകർന്നു പോവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം ഇത്രയും യൂണിറ്റിയോടെ നിൽക്കുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഹേട്രഡും ഡിവിഷനും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. പക്ഷെ കമ്മ്യൂണലിസം വന്നു കഴിഞ്ഞാൽ യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും എല്ലാം നഷ്ടമാവും. ചില സമയങ്ങളിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ റിലീജിയൻ ഒരു ആയുധമായിട്ട് എടുത്ത് അവിടുത്തെ വോട്ടേഴ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂ അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റം തന്നെ എന്താണ് അവിടെ വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. Subscribe to this channel for more videos like this. Question: What is resort politics? അപ്പോൾ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു പൊളിറ്റിക്കൽ ട്രെൻഡാണ് ഈ റിസോർട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് റിസോർട്ട് പൊളിറ്റിക്സ്? റിസോർട്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിൽ എലക്റ്റഡ് ആയിരിക്കുന്ന MLAസും MPസിനെയും അവരൊരു ഹോട്ടൽ മുറിയിലേക്കോ ഒരു റിസോർട്ടിലേക്കോ മാറ്റിവെക്കും. എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്ക് ഒരു ക്ലിയർ മെജോറിറ്റി ഇല്ലാതിരിക്കുമ്പോൾ മറ്റു പാർട്ടിയിലുള്ള ആളുകളെ എന്ത് ചെയ്യും? അവര് ഇൻഫ്ലുവൻസ് ചെയ്ത് ഡിഫെക്ഷന് കാരണമാകും. അപ്പൊ അങ്ങനെയുള്ള ഡിഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് അവരവരുടെ പാർട്ടിയിൽ നിന്ന് എലക്റ്റഡ് ആയിട്ടുള്ള MLAമാരിനെയും MPമാരിനെയൊക്കെ ഒരു റിസോർട്ടിലോ ഒരു ഹോട്ടൽ മുറിയിലോ ആക്കും. അപ്പം ഈ ഒരു പ്രാക്ടീസ് കോമൺ ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ കോഅലീഷൻ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോ വേണമെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അലയൻസ് എന്താണ് മറ്റ് ഭാഗത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇവിടെ വരാനോ ഒക്കെ സാധ്യതയുണ്ട്. സോ ആ ഒരു ഡിഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസോർട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. Question: What was the role of the കാക്ക കലേൽക്കർ കമ്മീഷൻ? കാക്ക കലേൽക്കർ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ റോൾ എന്തായിരുന്നു? ആക്ച്വലി കാക്ക കലേൽക്കർ കമ്മീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ആണ്
1953 സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷനാണിത്. അപ്പൊ ഇവരുടെ ടാസ്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോ എങ്ങനെയാണ് മണ്ഡൽ കമ്മീഷൻ പഠിച്ച പോലെ തന്നെ ഇവിടെയും ബാക്ക്വേർഡ് ക്ലാസസിന്റെ സോഷ്യൽ എഡ്യൂക്കേഷണൽ കണ്ടീഷനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് ഈ കാക്ക കലേൽക്കർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർ സ്റ്റഡി ചെയ്തു ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ടിൽ എന്തുകൂടി ഉണ്ടാവും? ഈ അവരുടെ ആ ഒരു സിറ്റുവേഷനെ മാറ്റാനുള്ള റെമഡീസ് കൂടി ഉണ്ടാകും. പക്ഷേ ഈ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്തെങ്കിൽ കൂടി ഗവൺമെന്റ് ഇവരുടെ റെക്കമെൻഡേഷൻസ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദി മെയിൻ ചാലഞ്ചസ് ടു ഇന്ത്യൻ ഡെമോക്രസി? ഇന്ത്യൻ ഡെമോക്രസിയിലെ മെയിൻ ചാലഞ്ചുകൾ എന്തൊക്കെയാണ്? അപ്പോൾ മെയിൻ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണലിസം. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് റിലീജിയനും ബിലീഫ്സും ഉണ്ട്. അതുകൊണ്ട് കമ്മ്യൂണലിസം ഒരു മേജർ ചാലഞ്ചാണ്. പിന്നെ വരുന്നതാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. കറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കൈക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്രിമിനലൈസേഷൻ ഓഫ് ദി പൊളിറ്റിക്സ്. ഇതൊക്കെയാണ് മേജർ ത്രെട്ട് അല്ലെങ്കിൽ ചാലഞ്ച് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഇടയിൽ നടക്കുന്ന ഈ റിലേഷൻഷിപ്പിൽ വരുന്ന ചില പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഡിഫെക്ഷൻ, അതിൻ്റെ ഒപ്പം പിന്നെ ഇലക്ഷനിൽ വരുന്ന ഓരോ മാൽ പ്രാക്ടീസസ്, മണി പവറിന്റെ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ എന്ത് ചെയ്യും? വീക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ഡെമോക്രസിയിലെ മേജർ ചാലഞ്ചുകളാണ് ഈ പറഞ്ഞവയെല്ലാം. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി എൻവയറമെന്റ് മൂവ്മെന്റ്? അപ്പൊ നിങ്ങൾക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എൻവയറമെന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ കൺസേർവ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതൊക്കെ മോട്ടീവ് ആക്കിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എൻവയറമെന്റൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺസയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, സോഷ്യൽ ഇൻജസ്റ്റിസ്, ഇതിനൊക്കെ എതിരെയായിട്ട് പ്രവർത്തിക്കുന്നതാണ് എൻവയറമെന്റൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് മേജർ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, ഇൻഡസ്ട്രികൾ, മൈനിങ്, ഡീഫോറസ്റ്റേഷൻ, അളവിനധികമായിട്ട് ഇതെല്ലാം പോകുന്നതിനെ തടയാനാണ് എൻവയറമെന്റൽ മൂവ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയും നാച്ചുറൽ റിസോഴ്സസിനെയും പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും ആളുകളുടെ ഉള്ളിൽ ഒരു അവയർനെസ് കൊടുക്കണം. അപ്പോൾ എൻവയറമെന്റൽ പോളിസീസിനെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും ആളുകളിലേക്ക് അവയർനെസ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻവയറമെന്റൽ മൂവ്മെന്റ് അല്ലെങ്കിൽ എൻവയറമെന്റ് മൂവ്മെന്റിന്റെ മെയിൻ മോട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്, ഇക്കോളജിക്കൽ റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റും നാഷണൽ പാർക്സും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒത്തിരി ലോസ് ഇന്ത്യയിൽ ഉണ്ട്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി പെസന്റ് മൂവ്മെന്റ്? അപ്പൊ എന്താണ് പെസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഒരുപാട് പെസന്റ് മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. ഫാമേഴ്സ് ഫേസ് ചെയ്ത ഒരുപാട് പ്രോബ്ലംസ് കാരണം ഒരുപാട് മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ കാരണം അഗ്രികൾച്ചർ ബൂസ്റ്റ് ആയെങ്കിൽ പോലും 1980s എക്കണോമിക് പോളിസിയിൽ ഒന്നാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലിബറലൈസേഷൻ കാരണം കൂടുതൽ കഷ്ടത്തിലായത് ഫാമേഴ്സ് ആയിരുന്നു. കാരണം ഈ റിഫോംസ് എല്ലാം അവരെ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്ട് ചെയ്തത്. അവരുടെ പ്രൊഡക്ഷനിലായിക്കോട്ടെ, ഫുഡ് സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ്, എല്ലാത്തിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറഞ്ഞ ഫാമേഴ്സ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതേപോലത്തെ ഒരു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ് 2020-21 കാലഘട്ടത്തില് ഒരു സംയുക്ത കിസാൻ മോർച്ച എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു നേഷൻ വൈഡ് അല്ലെങ്കിൽ കുറച്ചൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അറ്റൻഷൻ കിട്ടിയ ഒരു മൂവ്മെന്റ് ആണ് സംയുക്ത കിസാൻ മോർച്ച എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റ് എല്ലാം മാനിച്ചിട്ട് ഗവൺമെന്റ് ഫാമേഴ്സിന്റെ ഡിമാൻഡ് എല്ലാം അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.